ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചിന്താവിഷയം ലൈഫ് ഇൻഷുറൻസിനെ എങ്ങനെ സ്പെഷ്യൽ നീഡ് ട്രസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സ്പെഷ്യൽ നീഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള നീഡുകൾ ആവശ്യമുള്ള സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ള അല്ലെങ്കിൽ കെയർ ആവശ്യമുള്ള ആളുകളുടെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനെയാണ്. അതായത് ഇപ്പൊ അശരണരായവര് അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ അസുഖങ്ങളുള്ളത് അല്ലെങ്കിൽ എന്താ ബുദ്ധിമാന്ദ്യമുള്ളവര് അങ്ങനെയുള്ള പല സ്പെഷ്യൽ ആയിട്ടുള്ള പല കേസുള്ള ആളുകളുണ്ട്. അവരെ ഒരു ട്രസ്റ്റിലാക്കിക്കൊണ്ട് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ലൈഫ് ഇൻഷുറൻസിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ തരം ട്രസ്റ്റിന്റെ പേരിൽ നോമിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എടുത്ത ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഒരു എമൗണ്ട് അവിടെയുള്ള ആശ്രിതർക്ക് ലഭിക്കും. അപ്പൊ സ്പെഷ്യൽ നീഡ് ആയിട്ടുള്ള നമ്മളുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ട്രസ്റ്റിന്റെ പേരിൽ അവരെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ അഭാവത്തിലും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിൻ്റെതായ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ഇൻഷുറൻസ് തുകയും അവരുടെ ജീവിത ചെലവുകൾക്ക് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ആ ട്രസ്റ്റിലേക്ക് അത് സ്വരൂപിക്കപ്പെടുകയും ചെയ്യും. അവിടെ അവരുടെ സുരക്ഷിതത്വമാണ് ഉറപ്പാക്കുന്നത്. അവർ നേരിട്ട് ആ ഒരു എമൗണ്ട് നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു ട്രസ്റ്റാണ് അവർക്ക് വേണ്ടിയിട്ട് ആ തുക ചെലവാക്കുന്നത്, അവരുടെ ആവശ്യത്തിന് വേണ്ടി തുക ചെലവാക്കുന്നത്. അതായത് ഇപ്പോൾ പല കുടുംബങ്ങളിലും ചിലപ്പോൾ ഇത്തരം ആളുകളുണ്ടാവും, ഗുരുതര രോഗമുള്ളവര് അല്ലെങ്കിൽ മറ്റ് ചലഞ്ചസ് ഉള്ള ആളുകൾ, കുട്ടികളോ മുതിർന്നവരോ ഒക്കെ. അപ്പോൾ ഇൻ കേസ് നമ്മളില്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇതുപോലെയുള്ള ആളുകൾക്ക് ഒരു സുരക്ഷിതത്വം നൽകാനായിട്ട് ഇത്തരം ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ സഹായിക്കും. അത് അങ്ങനെ ഒരു ട്രസ്റ്റിലേക്ക് അത് നമ്മൾ നോമിനേഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭാവത്തിൽ ആ ഒരു തുക ആ ട്രസ്റ്റിലേക്ക് എത്തുകയും അത് ഇത്തരം ആളുകളെ സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ള ഇത്തരം ആളുകൾക്ക് അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും നമ്മളില്ലാതെ ആയാൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെന്ത് ചെയ്യും നമ്മൾ വിചാരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭയപ്പെടാറുണ്ട്. അതേസമയം അതൊരു സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ള ആളുകളാണോ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ആ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ആ ഒരു വേദന എന്ന് പറയുന്നത് വലിയതാണ്. നമ്മളില്ലാതെയായ അവരെങ്ങനെ മുന്നോട്ട് പോകും? സാധാരണ മറ്റ് ചലഞ്ചസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. കുറച്ച് തുകയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ അതില്ലാത്ത ഇത്തരം ഒരു സ്പെഷ്യൽ ചലഞ്ചസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അവർക്കൊരു തുക കിട്ടിയപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പോലും അറിയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഇത്തരം ട്രസ്റ്റുകളിലേക്ക് നമ്മൾ അത് നോമിനേറ്റ് ചെയ്ത് വയ്ക്കുന്നത് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.